കുടുംബം, ഫാമിലി വേഴ്സസ് എഫേഷ്യൻസ് 3:14-19. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:14-19 വരെ. കുടുംബത്തെയും കുടുംബജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 സെഷനും പറഞ്ഞത്. ഇന്ന് അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉള്ളതുകൊണ്ട് അതെടുക്കുകയാണ്. ദൈവമാണ് കുടുംബം സൃഷ്ടിച്ചത്. ദൈവം ആണും പെണ്ണുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. നമ്മൾ അത് മാറ്റി എങ്ങനെ തിരിച്ചെഴുതിയാലും അത് ശരിയാകത്തില്ല. ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് ഒന്നും മാറ്റി എഴുതാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് വിനയായി മാറുകയും ചെയ്യും. അപ്പം കുടുംബത്തിൻ്റെ ഒരു ഭദ്രത, കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം, ഇൻ്റർഡിപ്പെൻഡൻ്റ്, ഭാര്യ ഭർത്താക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശ്രയം, അതുപോലെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾ, അന്യോന്യം സെക്ഷുവൽ ഇൻറ്റിമസി, ഇതൊക്കെ കുടുംബ ജീവിതത്തിനകത്താണ് വരേണ്ടത്, പുറത്തല്ല. ഇഫ് ഇറ്റ് ഗോസ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ദേ ബിക്കം ലസ്റ്റ് ആൻഡ് അഡൾട്ടറസ്. അപ്പം ദൈവം ഒരു വേലി കെട്ടി തന്നിട്ട് അതിനകത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പം ഏതൊരു കാര്യത്തിനും ഒരു വേലി വേണം. ഉറപ്പായിട്ടുള്ള ഒരു ഒരു കോർട്ട്യാർഡ് ഉണ്ടാക്കിക്കൊണ്ട് അതിനൊരു, അതായത് പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം, ഈ ദൈവത്തിൻ്റെ ആലയത്തിന് ചുറ്റുമായിട്ട് സീലിൻ്റെ, അതായത് സീഗള്ളിൻ്റെ സ്കിന്ന് കൊണ്ടുണ്ടാക്കിയ വലിയതായിട്ട് അതിൻ്റെ തോല് കൊണ്ടുള്ള മതിൽ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് വിശുദ്ധ ആലയം പണ്ട് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത്. അപ്പം പ്രാകാരമുണ്ട്, പിന്നെ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. നമ്മൾ ഈ പ്രാകാരത്തിൻ്റെയും പുറത്ത് പോയി കഴിഞ്ഞാൽ യു ആർ നോട്ട് പ്രൊട്ടക്റ്റഡ്. അവിടെ ചെന്നായ്ക്കളും കരടികളും ദുഷ്ടശക്തികളും ഉണ്ട്. പക്ഷേ ഈ പ്രാകാരത്തിനകത്ത് കാല് ചവിട്ടിയാൽ ദർ ഈസ് പ്രൊട്ടക്ഷൻ, ബിക്കോസ് ദർ ഈസ് എ വാൾ അറൗണ്ട് യു. അതിൻ്റെ അകത്താണ് വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പം അതിനകത്ത് ഇച്ചിരി കൂടെ സേഫാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടെ അതിവിശുദ്ധം, അവിടെ ആപത്തൊന്നും വരത്തില്ല. ഈ കുടുംബം അങ്ങനെ തന്നെ കാണണം. വേലി കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഭവനം, അതിന് 4 കെട്ട് 8 കെട്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ അതാണ്. അത് കെട്ടി വെച്ചിട്ട് അതിനകത്ത് എല്ലാവർക്കും ഒന്നും കയറി വരാൻ ഒക്കത്തില്ല. നമ്മൾ അനുവദിക്കുന്നവർ മാത്രം. അതിലെല്ലാ മുറിയിലും എല്ലാവരെയും കയറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിലും ആ ഒരു വിവേചനാത്മാവ് ഉണ്ടണം. ആത്മാവ് ദേഹം ദേഹി, പരിശുദ്ധാത്മാവ് അനുവദിക്കാത്ത ഒരെണ്ണം എൻ്റെ ശരീരത്തിനകത്ത് യാതൊരു കർത്തൃത്വവും നടത്തത്തില്ല എന്ന് പറയാനുള്ള ശക്തി ഇതോടുകൂടെ കടന്നു വരണം. പൈതങ്ങൾ അവർക്ക് ബുദ്ധിയില്ല, പക്ഷെ അപ്പനമ്മമാർ പറഞ്ഞു വേലി കെട്ടണം. ദുഷ്ടൻ അവരെ തൊടുകയില്ല, തൊടുകയില്ല, തൊടുകയില്ല. ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ തീമതിൽ പോലെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഊരിപ്പിടിച്ച വാളുമായിട്ട് അവർക്ക് ചുറ്റും നിൽക്കുന്നു. എൻ്റെ കുടുംബം ദൈവത്താൽ സൃഷ്ടിച്ച ദൈവം, അതിനകത്ത് ഏതെങ്കിലും ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ അവനെ അടിച്ചു മാറ്റി തിരിച്ചുകൊണ്ടിരുന്ന ദൈവം പറയാനുള്ള ധൈര്യം നമ്മൾ പറയുകയാണ്. പിന്നെ പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ജോലിയാണ്. അതിൽ പ്രവർത്തിക്കുമല്ലോ. പ്രവർത്തിക്കാതിരിക്കുന്ന ദൈവമല്ലല്ലോ. അസാധ്യമെന്നൊരു കാര്യം ദൈവത്തിന് മുമ്പിലില്ലല്ലോ. ഈ കുടുംബത്തെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് പലപ്പോഴും കുടുംബയോഗങ്ങളിൽ പോകുമ്പോൾ പറയുന്നതാണ്. അതുകൊണ്ടങ്ങ് പറയുകയാണ്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് പറയുന്നത് ഏതൊരു കുടുംബം, സ്വർഗത്തിലൊരു കുടുംബമുണ്ട്, ഭൂമിയിൽ, ഇതിനൊക്കെ പേരിട്ടിരിക്കുന്ന പിതാവാം ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഏത് കുടുംബത്തിലാണ് നമ്മൾ ഉണ്ടായതെന്ന് ദൈവം അറിയുന്നുണ്ട്. വലിപ്പച്ചെറുപ്പം അല്ല ഇവിടെ പറയുന്നത്. കുടുംബത്തിനൊരു പേരുണ്ട്. ആ കുടുംബത്തിൻ്റെ പേരിനൊരു മഹത്വമുണ്ട്. അവിടെ ഒരു ഫാദറുണ്ട്, ഒരു ഗ്രാൻഡ് മദറുണ്ട്, അവിടെ ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരന്മാരുണ്ട്. ഈ വലയത്തിനകത്ത് കൊച്ചു മക്കൾ വിശുദ്ധ സ്ഥലത്ത് സന്തോഷമായിട്ട് ഭാവി ജീവിതത്തെക്കുറിച്ച് ഭയപ്പെടാതെ അവരുടെ ചെറുപ്പകാലം സന്തോഷിക്കാനും സന്തോഷത്തിൽ സ്നേഹത്തിനകത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിക്കുവാനുമാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അതിപ്പം പോയിട്ട് അതായത് കൂട്ടുകുടുംബം പോയി, സിംഗിൾ ഫാമിലി പോയി, ഇപ്പം പുരുഷനും സ്ത്രീയുമായിട്ട്, അതല്ല പുരുഷനും സ്ത്രീയും കല്യാണത്തിന് മുമ്പ് കോമൺ ലോ വൈഫായിട്ട് ജീവിക്കുന്നു. എത്ര വർഷം വേണേലും അങ്ങനെ ജീവിക്കും. മക്കൾക്ക് എന്ത് സെക്യൂരിറ്റി? ആൻഡ് ദേ ആർ സീയിങ് ഇറ്റ്. ദർ ഇസ് നോ സെക്യൂരിറ്റി. സോ വേർ വി ആർ റിയലി, എവിടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ നോക്കുന്നത്? മുൻപുള്ള തലമുറകളിൽ തെറ്റുപറ്റിയത് കറക്റ്റ് ചെയ്യാതെ എങ്ങനെ ദൈവം എന്ത് ചെയ്യും? ഒരു കറക്ഷൻ ഇതോടുകൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഈ വചനം അയക്കുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ള പേരിട്ടിരിക്കുന്ന ദൈവമാണ്. അവൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തണം.
നമ്മൾ മുട്ടുകുത്തണം. അവിടെ ഷോസ് ദാറ്റ് വി ഹാവ് ടു കം അണ്ടർ ദ വിങ്സ് ഓഫ് ഗോഡ്. അവർ വന്നില്ലേ, അവർ വരുന്നിടം വരെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറുണ്ട്. ഈ ദൈവം റോബർട്ടിനെ പോലെ നമ്മളെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചപ്പം ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട് തിരഞ്ഞെടുക്കാൻ. ആ ഒരു ക്യാരക്ടർ മാറ്റി വെച്ചിട്ടല്ല നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ നമ്മളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പോയപ്പോൾ അത് തെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതെ വളർത്തിയിരുന്നുവെങ്കിൽ മിയർ റോബർട്ട്സ് ഇല്ലേ, സ്ലേവിനെ പോലെ ജീവിക്കും. അത് സ്നേഹം കൊണ്ടല്ലേ ആ ഒരു സ്നേഹത്തിൻ്റെ സ്വഭാവം ചൂസ് ചെയ്യാനുള്ള അധികാരം. ഇപ്പോൾ എൻ്റെ മക്കൾ 4 ഭക്ഷണം ഉണ്ടാക്കിയതിൽ എല്ലാം കഴിക്കണം അല്ലെങ്കിൽ വേറെ ഉണ്ടാക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അതിനകത്ത് തിരഞ്ഞെടുക്കാൻ ഞാനൊരു അവകാശം കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അവരെൻ്റെ മക്കളായതുകൊണ്ട്. ചിലപ്പോൾ അവർക്ക് ആ ഭക്ഷണം തികഞ്ഞില്ലെങ്കിൽ വേറെ ഉണ്ടാക്കി കൊടുക്കാനൊരു അമ്മയാവുന്ന ഞാൻ ശ്രമിക്കും. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനകത്തൊന്ന് പുറത്ത് ചാടിയേച്ച് ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ അറിവില്ലായ്മയിൽ. കർത്താവ് പറയുന്നുണ്ടല്ലോ, സേയായി പറയുന്നുണ്ട് 4:6 മൈ പീപ്പിൾ പെറിഷ് ഫോർ ലാക്ക് ഓഫ് നോളജ്. അറിവില്ലായ്മയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ആരെ അറിവ് പറഞ്ഞു കൊടുക്കും? അറിവെന്ന് പറയുന്നത് ജ്ഞാനമാണ്. അറിവ് ജ്ഞാനം, വിസ്ഡം ജ്ഞാനം, വിസ്ഡമാണ് ജ്ഞാനം. അറിവെന്ന് പറയുമ്പോൾ നോളജാണ്. അത് നോളജ് പകർന്നു കൊടുക്കണം. വിസ്ഡം സ്വർഗത്തിൽ നിന്ന് ഇട്ട് തരണം. പലതരത്തിലുണ്ട്. ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്, അന്തർജ്ഞാനമുണ്ട്. അപ്പോൾ ജ്ഞാനമെന്ന് പറയുന്നത് ഹെവൻലി വിസ്ഡമാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് വിസ്ഡം ഇട്ട് തരണം. രണ്ടാമത്തേത് പരിജ്ഞാനമാണ്, പരിചയം കൊണ്ടുള്ള ജ്ഞാനം. അതായത് നമ്മൾ എക്സാമ്പിൾ എടുക്കാം. ഞാനിപ്പോൾ ഒരു വചനം പറയണം, പല പ്രാവശ്യം പറഞ്ഞ് ആ പറഞ്ഞു ചെയ്യുന്നതിനകത്ത് എനിക്കൊരു പരിജ്ഞാനം വരും. കാരണം അതിൽ ഞാൻ എക്സ്പേർട്ടായി മാറുമ്പോഴാണ് ആ നോളജ് പരിജ്ഞാനമായിട്ട് മാറുന്നത്. അതിൻ്റെ കൂടെ സ്വർഗത്തിലെ വിസ്ഡം കൂടെ വരുമ്പോഴാണ് അത് ക്ലിയറായിട്ട് ചെന്ന് പറഞ്ഞ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. സോ ദർ ഈസ് ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം. പരിജ്ഞാനം ഉണ്ടാകുന്ന പരിചയം കൊണ്ട്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോവുക, നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവരെപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെയുള്ള വർഷങ്ങളിൽ നോക്കി പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിച്ചിട്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ. ഇപ്പം പിന്നെ എല്ലാം വൺ വേർഡാണ്. അത് പിന്നെ മാർക്ക് കിട്ടാൻ പഠിച്ചാൽ മതി. ചുമ്മാ അത് ബുദ്ധിയൊന്നും ഉപയോഗിച്ച് ഇച്ചിരി ഓർമ്മശക്തി ഉള്ളവൻ എന്ത് നോക്കി പഠിച്ച് എഴുതാനുള്ളതേ ഉള്ളൂ. പണ്ട് നമ്മൾ ബുദ്ധി ആലോചിച്ച് എഴുതുമ്പോൾ എത്രയോ നേരം അത് ചെയ്ത് എഴുതി ആ കറക്റ്റ് ടൈമിനകത്ത് എഴുതാൻ പഠിച്ചെങ്കിൽ ഏറ്റവും നല്ല മാർക്ക്. അതിന് പരിജ്ഞാനമാണ് ആവശ്യം അവിടെ. അപ്പം വിജ്ഞാനം എന്ന് പറയുന്നത് വിദ്യയിൽ നിന്നുണ്ടാണ്. നമുക്ക് പഠിക്കുന്ന ഏത് ടോപ്പിക്കിൽ നിന്ന് ഒരു വിജ്ഞാനം ഉണ്ടാകും. പിന്നെ അന്തർജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഇൻറ്റ്യൂഷനാണ്. നമുക്ക് അകത്തൊരു തോന്നൽ തോന്നും, അത് കറക്റ്റാണ്, അത് തെറ്റാണ്. അതൊക്കെ ആത്മാവ് തരുന്നത്. ഇതൊക്കെ ഉണ്ട് വേദപുസ്തകത്തിൽ. നമുക്ക് വചനത്തിലോട്ട് കയറാം. അപ്പം സ്വർഗത്തിലും ഭൂമിയിലും കുടുംബം സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിൽ ആദ്യം നമ്മൾ വണങ്ങണം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലം പ്രവർത്തിക്കാനും ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുന്ന അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇച്ചിരി കടുപ്പമാണ് അതില്ലേ, പക്ഷേ വേർഡ്സ് എന്താ സിമ്പിളാണിത്. ഇത് പറയുന്നത് എൻ്റെ അകത്തെ മനുഷ്യൻ പുഷ്ടി വെക്കണം. എനിക്കകത്തൊരു മനുഷ്യനുണ്ട്, അത് പരിശുദ്ധാത്മാവിൻ്റെയാണ്. അവന് പുഷ്ടി വെക്കണം. അകത്തെ മനുഷ്യൻ പുഷ്ടി വെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കും. കാരണം പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആണല്ലോ. എനിക്ക് പണ്ട് മോശയുടെ കാലത്ത് 70 പേരുടെ മേൽ മോശയുടെ ആത്മാവ് പകർന്നു, അല്ലെങ്കിൽ അവർ വഴക്കുണ്ടാക്കുമല്ലോ. ഇപ്പോൾ എല്ലാവരിലും ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഐക്യത്തിൻ്റെ ആത്മാവ് വരും. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. ഒരു പ്രയാസത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കാശ് കളക്ട് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അകത്തെ മനുഷ്യൻ പുഷ്ടി വച്ചിട്ട് ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നമുക്ക് എന്ത് വളരണം? ഹൃദയത്തിൽ സ്നേഹം വളരണം. ഈ സ്നേഹം നിസ്വാർത്ഥമായ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ വീതി നേരത്തെ ഞാൻ എടുത്ത ടോപ്പിക്കാണ്. വീതി, നീളം, ഉയരം, ആഴം. എന്താണ് ഇതിൻ്റെ വീതി? കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ, സ്വർഗം തൊട്ട് താഴെ വരെ. കിഴക്ക് തൊട്ട് പിന്നെയും പറയുന്നു ആഴം പാതാളം വരെ, പിന്നെന്താ ഉയരം സ്വർഗം വരെ. ഇത്ര വലിയ സ്നേഹത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ ഈ മനുഷ്യ ശരീരത്തിന് ഉൾക്കൊള്ളുമോ? ശ്രമിച്ചു നോക്ക്, ദൈവം കടന്നു വന്ന് പ്രവർത്തിക്കും.
സകല വിശുദ്ധന്മാർ ഉണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ദൈവം ചൂസ് ചെയ്തിരിക്കുക, തെരഞ്ഞെടുത്തവരാ. അത് ആരും പറയണ്ട. ഞാനൊരു മീറ്റിങ്ങിൽ പോയാൽ 100-200 പേരിരുന്നാൽ അതിൽ 2-1 പേരുടെ മേൽ അവരുടെ കണ്ണിനകത്ത് നോക്കുമ്പോൾ എനിക്കറിയാം ആത്മാവ് അവരിലകത്തുന്നതെന്ന്. അത് വേറൊരാളിലായിരിക്കും. പക്ഷെ ഞാൻ വ്യക്തമായിട്ടും അങ്ങനെ ആരോടെല്ലാം ആ മീറ്റിങ്ങിൽ പോയി സംസാരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വിടുതൽ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മളല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടി നമ്മൾ അവരുടെ ഒരു ആഗ്രഹം മൂലം പരിശുദ്ധാത്മാവ് നമ്മളെ നിറച്ച് വിടുമ്പം ആ ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ നമ്മളന്ന് വചനം പറയാൻ ചെന്നത്. അത് കണക്ഷൻ പെട്ടെന്ന് വരും ആത്മാവിലും. ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ഒരു വേറൊരു സ്ത്രീയുടെ കണ്ണിലോട്ട് നോക്കി നിന്ന ഒരു പ്രശ്നം എനിക്ക് വരുന്നില്ല. ബിക്കോസ് ഐ എം ദ സെയിം സെക്സ്. അല്ലെങ്കിൽ അതിന് ആളുകൾ ചീത്ത പറയും. കാലം മാറിപ്പോയല്ലോ, ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു കാലമാണ്. അപ്പം ക്രിസ്തു വിശ്വാസത്തെ ഹൃദയത്തിൽ വസിക്കണം, അവൻ്റെ സ്നേഹത്തിൽ നിറയണം, എന്നിട്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. എത്രത്തോളം എന്നാൽ ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. അതാണ് കുടുംബം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന മക്കൾ, ഈ നമ്മൾ ഹന്നായുടെ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഉണ്ടായ മകനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സമൂവേൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഹന്ന ചെന്ന് ഉടമ്പടി കൊടുക്കുകയാണ്. കാരണം മക്കളില്ലാതെ പെനീന കടന്ന് കളിയാക്കുകയാണ്. അങ്ങനെ ഈ ഭർത്താവ് പറയുന്നത് നിന്നെ 10 മക്കളെക്കാട്ടും നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ആശ്വാസമായില്ല. അവസാനം ഒരു കുഞ്ഞിനെ കൊടുത്താണ് സമൂവേൽ. ആ അമ്മയുടെ കണ്ണുനീരും ഉടമ്പടിയും കൊണ്ട് എത്രയോ അനുഗ്രഹമായ ഒരു പ്രവാചകനെ ദൈവം കൊടുത്തു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ചുമ്മാ ഇരിക്കുകയല്ല, നമ്മുടെ കാര്യത്തിന് വേണ്ടി തന്നെ ജാഗരിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. ലാസ്റ്റ്ലി ഈ സെൻറ്റൻസ് വളരെ പ്രധാനമാണ്. അപ്പോൾ കുടുംബം സൃഷ്ടിച്ചത് ദൈവം, കുടുംബത്തിൻ്റെ സ്നേഹം തന്നത് ദൈവം, വേലി കെട്ടിത്തരേണ്ടിയവൻ അവന്, അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തണം, പിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറയണം. ഇങ്ങനെയൊക്കെ ആയ കുടുംബം ഒരു സ്വർഗമാകും. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ട്. അപ്പോൾ തലമുറയ്ക്ക് അനുഗ്രഹം തരത്തക്ക വിധത്തിൽ നാം ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്നത്. പ്രാപിച്ചെടുക്കുക. നമ്മൾ പ്രാർത്ഥിച്ച കേൾക്കും. 100% ഈ വചനം എടുത്ത് വായിച്ചിട്ട് കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ അയച്ചു തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തി ദിവസത്തിൽ നമ്മൾ ആത്മാവിനെ തരുമ്പം ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചു പോയത്. ആദ്യം കുടുംബം ശരിയാകണമല്ലോ, അത് കഴിഞ്ഞിട്ടാണ് വല്ലവരും ശരിയാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തം പരമായിട്ട് ചെയ്യുന്ന ഒരു ദൈവം, ക്രിസ്തുവേശു തലമുറയായിട്ട് അനുഗ്രഹിക്കുന്നത്, കുടുംബത്തിന് സ്വർഗത്തിലും ഭൂമിയിലും പേരിട്ടവൻ നീയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ, അനേക തലമുറകളിൽ ചെന്ന് വ്യാപരിക്കട്ടെ. ഉന്നതനായ ദൈവത്തിൻ്റെ സ്നേഹം വ്യാപരിക്കണം. അനേക കുടുംബങ്ങൾക്കിത് വെളിച്ചമാണ്. അറിയപ്പെടാത്ത ചില സത്യങ്ങൾ ഹൃദയങ്ങളിൽ തീ കത്തിക്കണം. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരു വചനമെടുത്ത് വായിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളും അങ്ങനെ തന്നെ. കുടുംബത്തിൻ്റെ ഐശ്വര്യം സ്വർഗം നിയോഗിച്ചതാണ് ഞങ്ങളെ ഐശ്വര്യമായിട്ട് നടത്താൻ. അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവം കുടുംബത്തെയാണ് അനുഗ്രഹിച്ചത്. അബ്രഹാമിൽ കൂടെ തലമുറകൾ കടന്നു. ഒരു വേദപുസ്തകം തന്നെ ഒരു കുടുംബമാണ് അപ്പച്ചൻ. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.